എം ലിജു 1833 വോട്ടുകൾക്കാണ് ഇപ്പോൾ കായംകുളത്ത് ലീഡ് ചെയ്യുന്നത്. മന്ത്രിയാണോ? സാധ്യത വളരെ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാണ്. കോൺഗ്രസിൽ അങ്ങനെ ഒരു പ്രശ്നം വളരെ ആ വിഭാഗവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നമുണ്ട്. സ്വാഭാവികമാണ്. മോസ്റ്റ് ഡിസേർവിംഗ് എന്ന് ലിജുവിനെ പറയാം. കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിൽ ലിജു പരാജയപ്പെട്ടു. 4ാം തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മന്ത്രിസഭയിലേക്ക് വരട്ടെ എം ലിജു എന്ന് നമുക്ക് വിചാരിക്കാം. ലിജുവിനെ മന്ത്രിയാകട്ടെ എന്ന ആശംസ നമ്മൾ മുൻകൂട്ടി അറിയിക്കണം. 96 സീറ്റിലേക്ക് പക്ഷേ UDF-ന്റെ ലീഡ് നില കുറഞ്ഞിട്ടുണ്ട്. 101 കടന്നതായിരുന്നു. ഇപ്പോൾ NDA 2ആയി. അത് ഏതാണ് കുറഞ്ഞു. LDF 42. അല്ല, NDAയുടെ സീറ്റ് ഇപ്പോൾ പുതിയ ലീഡ് കാസർഗോഡാണോ? ഒന്ന് നിയമമാണ്. പാലക്കാട് ഇപ്പോഴും രമേശ് പിഷാരടി തന്നെയാണ്. ഒരു ഒറ്റ സെക്കൻഡ് പറയൂ. ഇപ്പൊ നേതാക്കൾ കേട്ടിപ്പോ എനിക്കിപ്പോ CP റഷീദ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. CP റഷീദ് വളരെ കൃത്യമായിട്ട് ഇലക്ഷൻ പ്രഡിക്ട് ചെയ്ത ആളാണ്. UDF 91 മുതൽ 102. CP റാഷിദിന്റെ മെസ്സേജ് ഞാൻ വായിച്ചിരിക്കുന്നു. CP റാഷിദ് പറഞ്ഞത് കറക്റ്റായി. കൺഗ്രാറ്റുലേഷൻസ് മാൻ. നോക്കൂ, പാലക്കാട് കേൾക്കൂ. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മുന്നിൽ. 2 സീറ്റ് എന്ത്? പാലക്കാട് നിയമമാണ്, കാസർഗോഡല്ല. പാലക്കാട്ടും നേമത്തും BJP ഇപ്പോഴും ലീഡ് ചെയ്യുന്നുണ്ട്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 2728 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 11 റൗണ്ടാണ് ആകെ പാലക്കാടുള്ളത്. അതിൽ 4 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ശോഭാ സുരേന്ദ്രൻ 2728 വോട്ടുകൾക്ക് പാലക്കാട് ലീഡ് ചെയ്യുകയാണ്. ആകെ സമാഹരിക്കുന്ന വോട്ട് 22,984 ശോഭാ സുരേന്ദ്രന്റെ BJPയുടെ അക്കൗണ്ടിൽ. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷൻ 2943 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. രണ്ടിടത്തും 2500 മുതൽ 3000 അടുത്ത് ലീഡ് ഉണ്ട്. പാലക്കാട്ടും നേമത്ത് 18 റൗണ്ടുള്ളതിൽ 4 റൗണ്ടാണ് പൂർത്തീകരിച്ചത്. പാലക്കാട് 11-ൽ 4 റൗണ്ട് പൂർത്തീകരിച്ചു. അപ്പോഴാണ് ഈ 2 സീറ്റിലെ BJPയുടെ ലീഡ്. KPCC ആസ്ഥാനത്ത് മധുരം വിതരണം ചെയ്യുകയാണ്. ഇവിടെ കേക്ക് മുറിക്കാൻ പോകുന്നു. KPCC ആസ്ഥാനത്ത് ത്രിവർണ്ണ കേക്ക് മുറിക്കാൻ പോവുകയാണ്. വലിയ ആഘോഷ ആരവമാണ് KPCC ആസ്ഥാനത്ത്. സ്വാഭാവികമാണ്. കോൺഗ്രസ് ഒറ്റയ്ക്ക് ലീഡ് ചെയ്യുന്ന 56 സീറ്റുകളിലാണ്. CPM ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് 30 സീറ്റുകളിലാണ്. മുസ്ലിം ലീഗ് ലീഡ് ചെയ്യുന്ന 23 സീറ്റുകളിലാണ്. CPI ലീഡ് ചെയ്യുന്ന 11 സീറ്റുകളിലാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്ന മത്സരിച്ച 8-ൽ 7 സീറ്റുകളിലാണ്. RSP ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുന്നു. മത്സരിച്ച 3 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. BJP 2 ലീഡ് ചെയ്യുന്നു. RJD 1 സീറ്റിൽ ലീഡ് ചെയ്യുകയാണ്. RMP 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം പ്രവർത്തനം ലീഡ് ചെയ്യുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒറ്റ സീറ്റിൽ മാത്രമേ ലീഡ് ചെയ്യുന്നുള്ളൂ. എന്താണ് സാഹചര്യം? ആ ഒറ്റ സീറ്റിലെ ലീഡ് അങ്ങനെ ഒരു ആരോഗ്യകരമായ ലീഡാണെന്ന് പറയാനേ കഴിയില്ല. പൂഞ്ഞാറിലല്ലേ ലീഡ് ചെയ്യുന്നത്? അതെ, പൂഞ്ഞാറിലാണ് കേരള കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. അത് അങ്ങനെ ഒരു കംഫർട്ടബിൾ മെജോറിറ്റി ആണെന്ന് പറയാൻ. ഇപ്പൊ പൂഞ്ഞാറിലെ കണക്കെടുത്താൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സിറ്റിംഗ് MLA 300 വോട്ടിന് മാത്രമാണ്. വെറും 300 വോട്ട് മാത്രം. കോൺഗ്രസ് അല്ലെങ്കിൽ UDF പാലയിൽ വട്ടപൂജ്യത്തിന്റെ വലിയൊരു ഫ്ലെക്സ് വയ്ക്കുന്നത് നന്നാവും. കേരള കോൺഗ്രസും